ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നാടിനെ നടുക്കിയ സുനാമി ദുരന്തത്തിന് 11 വയസ്സ്. ഇന്തോനേഷ്യയിലെ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്തിനടുത്ത് കടലിനടിയിലുണ്ടായ ഭൂകമ്പമാണ് സുനാമിയായി ഭൂമിയിൽ ദുരന്തം വിതച്ചത്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയാനും അറിയിക്കാനുമുള്ളവർ മൌനം പാലിച്ചു എന്നത് യാഥാർത്ഥ്യം. ഇനിയെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ആദ്യം പ്രധാന വാർത്തകൾ. ശാശ്വതീകാനന്ദയുടെ മരണം കൊലപാതകമാണെന്ന് സ്വാമി പ്രകാശാനന്ദ. സ്വാമിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നും പ്രകാശാനന്ദ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് കെ മുരളീധരൻ എംഎൽഎ. ആധുനികവൽക്കരണത്തിന്റെ പേര് പറഞ്ഞ് ആധാരമെഴുത്തു മേഖലയെ ഇല്ലാതാക്കാനുള്ള നയങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ. വിശദമായ വാർത്തകളിലേക്ക്. ശിവഗിരി മുൻ മഠാധിപതി ശാശ്വതീകാനന്ദയുടെ മരണം കൊലപാതകം തന്നെയെന്ന് സ്വാമി പ്രകാശാനന്ദ. സ്വാമിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും കോഴിക്കോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ശിവഗിരി മഠാധിപതി കൂടിയായ സ്വാമി പ്രകാശാനന്ദ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖത്തിന് ഒരു വ്യത്യാസമില്ലായിരുന്നു. പ്രത്യേകിച്ച് ഒന്നുള്ളത് ഇവിടെ ഇങ്ങനെ ഇത്രയും വൃത്തത്തിൽ രക്തം തടിച്ച് തടിച്ച് കിടപ്പുണ്ട്. വാസ്തവത്തിൽ ഞാനതിപ്പോ പറഞ്ഞാൽ ആരെങ്കിലും ഇടികെട്ടൊക്കെ ഇടിച്ച് അതോടുകൂടി ബോധം കെട്ട ആറ്റിൽ വീണ് പോയതാ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരുടെയെങ്കിലും പ്രേരണ എന്തോ ഉണ്ട് അതിനെ എടുത്തോ. എന്നിട്ട് ഈ മതിൽക്കെട്ടിന്റെ ഇടയിലെ കല്ലിന്റെ ഇടയിൽ നിന്നാണ് ഒടുവിൽ വെള്ളം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി ഊന്നി പലയിടത്തും നോക്കിയിട്ട് കാണാൻ ഒടുക്കം കൊണ്ടുവന്ന് അങ്ങനെയോ ഒരു കുത്തുകുത്തിയപ്പം ഈ മതിലിന്റെ അടുത്തിരുന്ന കല്ലിന്റെ ഇടയിൽ കൊണ്ട് കയറ്റി വെച്ചിരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് കെ മുരളീധരൻ എംഎൽഎ. കൂട്ടായ നേതൃത്വത്തിന്റെ ശ്രമഫലമായി ഇത്തവണ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയും KPC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയാണ് കഴിഞ്ഞ അസംബ്ലി വരെ നയിച്ചത്. പിന്നീട് പാർലമെന്റ് വന്നപ്പോഴും ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോഴും ഈ രണ്ടുപേർക്കും പുറമെ പുതിയ KPC പ്രസിഡന്റായിട്ട് വന്ന ശ്രീ VM സുധീരനും ഉണ്ടായി. ഈ 3 പേരുടെ നേതൃത്വം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുക. തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ 5 വർഷത്തെ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. ലോകം നടുക്കിയ സുനാമിക്ക് 11 വയസ്സ്. കൂറ്റൻ തിരമാലകൾ നിരവധി ജീവനുകളും കെട്ടിട സമുച്ചയങ്ങളും കവർന്നെടുത്ത സംഭവം പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പ്രകൃതി സന്തുലനാവസ്ഥയുടെയും പ്രാധാന്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ രാക്ഷസ തിരമാലകൾ താണ്ഡവമാടി ലക്ഷക്കണക്കിന് ജീവനുകൾ അപഹരിച്ചത് കൃത്യം 11 വർഷം മുൻപ്. നാടിനെ നടുക്കിയ സുനാമി ദുരന്തത്തിന് 11 വയസ്സ്. 2004 ഡിസംബർ 26-നാണ് ശ്രീലങ്ക, ഇന്തോനേഷ്യ, തമിഴ്നാട്, കേരളം തുടങ്ങിയ സ്ഥലങ്ങളിൽ സുനാമി അതിഭീകര ദുരന്തം വിതച്ചത്. ഇന്തോനേഷ്യയിലെ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്തിനടുത്ത് 2004 ഡിസംബർ 26-ന് കടലിനടിയിൽ വെച്ചുണ്ടായ മെഗാത്രസ്റ്റ് ഭൂകമ്പമാണ് സുനാമിയായി മാറിയത്. ലോകജനത്തിൽ വലിയൊരു വിഭാഗത്തിനെ ഇല്ലാതാക്കിയത് സുനാമി കാരണമായിരുന്നു. ഇന്തോനേഷ്യ, ശ്രീലങ്ക തുടങ്ങി 14 രാജ്യങ്ങളിൽ ഇതിന്റെ അലയൊലികൾ ദുരന്തം വിതച്ചു. കേരളത്തിൽ മാത്രം 236 പേരാണ് സുനാമി ദുരന്തത്തിൽ മരിച്ചതായി ഔദ്യോഗിക കണക്ക്. കൊല്ലം മുതൽ അഴീക്കോട് വരെയുള്ള കടലോര പ്രദേശങ്ങൾ പലതും കടലിനടിയിലായി. 3100 വീടുകൾ പൂർണ്ണമായും
2397 വീടുകൾ ഭാഗികമായും തകർന്നു. ഇപ്പോഴും സുനാമി പുനരധിവാസം ശരിയായി നടന്നിട്ടില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. സുനാമി ബാധിതരെ സഹായിക്കാനുള്ള എല്ലാ പദ്ധതികളും പാതിവഴിയിലാണെന്നതാണ് വസ്തുത. ഭവന നിർമ്മാണത്തിനായി കേന്ദ്രം അനുവദിച്ച ഫണ്ട് പോലും ശരിയായ രീതിയിൽ വിനിയോഗിച്ചിട്ടില്ല. ആധാരമെഴുത്ത് അസോസിയേഷൻ 20ാമത് ജില്ലാ സമ്മേളനം 27-28 ദിവസങ്ങളിൽ കുന്നമംഗലത്ത് നടക്കും. രാവിലെ 10-ന് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ PT റഹീം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 1.5 നൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള തൊഴിൽ മേഖലയാണ് കേരളത്തിൽ ആധാരമെഴുത്ത് രംഗം. നീട്ടിവലിച്ച് പരത്തി അധികമാർക്ക് മനസ്സിലാകാത്ത വിധമുള്ള ആ എഴുത്ത് ആധാരമെഴുത്തുകാർക്ക് മാത്രം സ്വന്തമാണ് നമ്മുടെ നാട്ടിൽ. ഇതെന്താ ആധാരമെഴുതിയ പോലെ എന്ന ശൈലി തന്നെയുണ്ടല്ലോ നമുക്കിടയിൽ. എന്നാൽ കൃത്രിമങ്ങളോ ന്യൂനതകളോ വരുത്താതെ സത്യസന്ധമായി പ്രവർത്തിച്ചു വരുന്ന ഈ തൊഴിൽ മേഖലയെ ആധുനികവൽക്കരണത്തിന്റെ പേര് പറഞ്ഞ് പൂർണ്ണമായി മാറ്റിപ്പണിയുകയാണ് സർക്കാരെന്ന് ആധാരമെഴുത്തുകാർ കുറ്റപ്പെടുത്തുന്നു. പുതിയ രീതിയിലേക്ക് മാറ്റുമ്പോൾ പാലിക്കേണ്ട യാതൊരു മുൻകരുതലും സർക്കാർ കൈക്കൊണ്ടിട്ടില്ലെന്നും അവർ ആരോപിക്കുന്നു. ഇപ്പം നിലവിലുള്ള സമ്പ്രദായം അനുസരിച്ചാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇതേവരെ കംപ്ലൈന്റുകളൊന്നും വന്നിട്ടില്ല. ഇപ്പം ഏത് സർക്കാർ ഓഫീസുകളിലായാലും കോടതികളിലായാലും ഒന്നും ഈ നിലവിലുള്ള സമ്പ്രദായത്തെ സംബന്ധിച്ച് യാതൊരു പരാതികളും ഇല്ലാത്തതാണ്. അപ്പോൾ പെട്ടെന്ന് ധൃതി പിടിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഓൺലൈൻ സംവിധാനം കൊണ്ടുവരുന്നത്. അത് നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ തന്നെ വളരെ ബുദ്ധിമുട്ടുകളാണ്. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കുന്നമംഗലത്ത് നടക്കും. ഞായറാഴ്ച രാവിലെ 10-ന് കുന്നമംഗലം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ PT റഹീം MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി മുഖ്യാതിഥിയായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. അന്യം നിന്നുപോകുന്ന ആയോധന കലകളെ നിലനിർത്താനും രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളികളാകാനും യുവതലമുറ ശ്രമിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി. കോഴിക്കോട് ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. 26-27 തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അന്യം നിന്നു പോകുന്ന ആയോധന കലകളെ നിലനിർത്താനും രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും യുവതലമുറ ശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആയോധന കലയായ കളരിപ്പയറ്റിന് കൂടുതൽ സാധ്യതകളാണുള്ളത്. വെറും മാംസപിണ്ഡമാകാതെ കായിക കരുത്തുള്ള തലമുറയെ വാർത്തെടുക്കാൻ ആയോധന കലകൾ കൊണ്ട് സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീർച്ചയായും നമ്മുടെ യുവതലമുറയിൽ അരോഗദൃഢഗാത്രരായ മാനസികമായ കരുത്തുള്ള നെഞ്ചുറപ്പുള്ള ഒരു പുതിയ തലമുറ നമുക്ക് ആവശ്യമാണ്. വെറും മാംസപിണ്ഡങ്ങളായി മാത്രം ജീവിക്കുക എന്നതിനപ്പുറത്ത് കായിക കരുത്തിന്റെ ഉടമകളായി ഒരു തലമുറ ഉണ്ടാവേണ്ടതുണ്ട്. ആ കായിക പരിശീലനത്തിന്റെ ഭാഗമായി നിങ്ങൾ സംരക്ഷിച്ചു പോരേണ്ടുന്ന അതിന്റെ ഒരു ഡിസിപ്ലിനുണ്ട്. ഇതൊക്കെ നമ്മുടെ തലമുറയിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. മറ്റ് ചില കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നി ഒരു സ്വപ്നാടകനെ പോലെ ഒരു പൊങ്ങുതടി പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായി യുവതലമുറയെ നമുക്ക് മാറ്റാൻ കഴിയില്ല. അവർ അരോഗദൃഢഗാത്രരും അതുപോലെ തന്നെ മാനസികമായ കരുത്തുള്ളവരുമായി വളരേണ്ടത് വർത്തമാനകാല സാമൂഹ്യ അന്തരീക്ഷത്തിൽ വളരെ അനിവാര്യമായ കാര്യമാണ്. ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് A. മൂസ ഹാജി അധ്യക്ഷനായിരുന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായിയെ ചടങ്ങിൽ ആദരിച്ചു. സ്പോർട്സ് കൌൺസിൽ നോമിനി K. സുനിൽകുമാർ ഗുരുക്കൾ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി KC മുഹമ്മദ് ബഷീർ, M. ഹാരിസ്, MK രാജഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഇത് ബനാറസ്.
ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. ഖാദി ഓണമേള 2015 ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 25 പവൻ സ്വർണം, രണ്ടാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായിത്തെരുവ്, കോഴിക്കോട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ധനുമാസത്തിലെ തിരുവാതിരയിൽ ജില്ലയിൽ വിവിധ പരിപാടികൾ നടന്നു. ഐതിഹ്യപരമായി പലയിടങ്ങളിലും വിവിധ ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് തിരുവാതിര ആഘോഷിച്ചത്. പതിവ് പോലെ കോഴിക്കോട് അശോകപുരത്തും തിരുവാതിര കളിക്കാർ പുലിവേഷമണിഞ്ഞ് നഗരത്തിലിറങ്ങി. ചെണ്ടമേള വാദ്യഘോഷങ്ങളോടെ ന്യൂജൻ പുലികളാണ് നഗരത്തിലിറങ്ങിയത്. ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സേവനത്തിന്റെ 70ാം വർഷത്തിലേക്ക് കടന്നു. സ്കൂളിന്റെ സപ്തതി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിലെ കുടിയേറ്റ മേഖലയിലെ ആദ്യ വിദ്യാലയമാണ് 1946 ആരംഭിച്ച കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഏകാധ്യാപകനാൽ തുടക്കം കുറിച്ച ഈ വിദ്യാലയം ഇപ്പോൾ പ്രദേശത്തിന്റെ ആകെ വിളക്കുമാടമായി തലയുയർത്തി നിൽക്കുകയാണ്. 70ാം വാർഷികത്തിലേക്ക് കടന്ന ഈ വിദ്യാലയത്തിന്റെ ആഘോഷ പരിപാടികൾ ഡിസംബർ 31 രാവിലെ 10 MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജനുവരി 7 പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. നിർധന കുട്ടികൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 31, 1, 2, 3 തീയതികളിൽ അവിടെ മെഗാ എക്സിബിഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പുസ്തക പ്രദർശനം നടത്തുന്നുണ്ട്. ജനുവരി 9 വൈകുന്നേരം 6 മണിക്ക് സഹപാഠിക്കൊരു വീട് പദ്ധതിയുടെ ധനശേഖരണാർത്ഥം ചലച്ചിത്ര പിന്നണി ഗായകർ നയിക്കുന്ന ഗാനമേള നടക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. താനൂർ പരപ്പനങ്ങാടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കെട്ടുങ്ങൽ ഒട്ടുപുറം പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി. പരപ്പനങ്ങാടി താനൂർ നഗരസഭകളിലായി ഇരുഭാഗത്തും അപ്രോച്ച് റോഡിനായി സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ്. 23 കോടി രൂപ ചിലവിലാണ് പാലം യാഥാർത്ഥ്യമാകുന്നത്. മലബാറിലെ റോഡ് ഗതാഗത രംഗത്തെ വമ്പൻ പദ്ധതികളിലൊന്നായ കെട്ടുങ്ങൽ ഒട്ടുംപുറം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ഇരുഭാഗത്തും അപ്രോച്ച് റോഡിനായി സ്ഥലം ഏറ്റെടുക്കേണ്ടതായുണ്ട്. സ്ഥലം വിട്ടുകിട്ടുന്നതിനായുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. നിർദ്ദിഷ്ട തീരദേശ ഹൈവേയിലെ ഏറ്റവും വലിയ പാലമാണിത്. അഴിമുഖത്ത് 23 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലത്തിന് 210 മീറ്ററാണ് നീളം. 11.5 മീറ്റർ വീതിയിൽ ഇരട്ടപ്പാതയാണ്. 1.5 മീറ്റർ വീതിയിൽ ഇരുഭാഗങ്ങളിലും നടപ്പാതകളുമുണ്ട്. 7 സ്പാനുകളും 8 തൂണുകളുമാണ് ഉള്ളത്. നാവിക ജലഗതാഗത റൂട്ടായതിനാൽ മധ്യഭാഗത്തെ ഉയരം 7.5 മീറ്ററാണുള്ളത്. 2013 ഒക്ടോബർ 13 പണി ആരംഭിച്ച പാലം 16 മാസം കൊണ്ട് പൂർത്തിയാക്കാനായിരുന്നു കരാർ. എന്നാൽ കടലും പുഴയും സംഗമിക്കുന്ന അഴിമുഖത്ത് ശക്തമായ കടൽക്ഷോഭവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം നിശ്ചിത സമയം പണി പൂർത്തിയാക്കുവാൻ പ്രയാസം നേരിട്ടു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ നവംബർ 30 വരെ നീട്ടിക്കൊടുക്കുകയായിരുന്നു. കൂടാതെ അലോട്ട്മെന്റിൽ മാറ്റം വരുത്തുന്നതും പ്രവൃത്തി വൈകാൻ ഇടയാക്കി. കൊച്ചി കോഴിക്കോട് റൂട്ടിൽ 30ഓളം കിലോമീറ്റർ ദൂരം കുറയുമെന്നാണ് അധികൃതരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദേശീയപാതയിലെ തിരക്കൊഴിവാക്കിയും അപകട മേഖലയായ വട്ടപ്പാറ, പാണമ്പ്ര തുടങ്ങിയ സ്ഥലങ്ങളും വഴിമാറിയും ഇതുവഴി സഞ്ചരിക്കാൻ കഴിയും.
തീരദേശ സമതല മേഖലയിലൂടെയുള്ള യാത്ര അപകടം കുറയ്ക്കാനും സഹായകമാണ്. തീരദേശ ടൂറിസം പദ്ധതിയുടെ വിജയത്തിനും പാലം സഹായകമാകും. പരപ്പനങ്ങാടി, താനൂർ നഗരസഭകളിലായി 600 മീറ്റർ സ്ഥലം അപ്രോച്ച് റോഡിനായി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. പരപ്പനങ്ങാടിയിൽ 210ഉം താനൂരിൽ 410 മീറ്റർ സ്ഥലം ഏറ്റെടുക്കാനുള്ള തിരക്കട്ട ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സർക്കാർ ആശുപത്രികളെ മോടി പിടിപ്പിക്കാനും പുതുജീവൻ നൽകാനുമുള്ള ശ്രമത്തിലാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ആശുപത്രികളിലെ ചികിത്സാ ഉപകരണങ്ങൾ ഉപയോഗപ്രദമാക്കിയും പ്ലംബിംഗ്, വയറിംഗ് തകരാറുകൾ പരിഹരിച്ചും മാതൃകയാവുകയാണ് ഇവർ. കൊയിലാണ്ടി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളാണ് പുനർജനി എന്ന പേരിൽ പുതിയ സദുദ്യമത്തിന് തുടക്കമിട്ടത്. പുനർജനിയിലൂടെ NSS വിദ്യാർത്ഥികൾ മാതൃകയാവുന്നു. വ്യക്തിത്വ വികസനം സാമൂഹിക സേവനത്തിലൂടെ എന്ന ആപ്തവാക്യം പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാക്കുകയാണ് കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക്കിലെ NSS വോളണ്ടിയർമാർ. സമഗ്രം 2015 വാർഷിക സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി കൊയിലാണ്ടിലെ ഗവൺമെന്റ് ആശുപത്രികൾക്ക് പുതുജീവൻ നൽകുകയാണിവർ. താലൂക്ക് ആശുപത്രിയിലും ഹോമിയോ ആയുർവേദ ആശുപത്രികളിലും ഉപയോഗശൂന്യമായി കിടക്കുന്ന ചികിത്സാ ഉപകരണങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടാണ് സേവനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാലൊടിഞ്ഞതും പ്രവർത്തനം നിലച്ചതുമായ ആശുപത്രിയുടെ മുകൾ നിലയിൽ കൂടിക്കിടക്കുന്ന ചികിത്സാ ഉപകരണങ്ങൾ ഒന്നൊന്നായി ഉപയോഗപ്രദമാക്കുകയാണിവർ. കാലുകൾ വെൽഡ് ചെയ്തും പ്ലംബിംഗ്, വയറിംഗ് തകരാറുകൾ പരിഹരിച്ചും ഡെപ്ലഷർ മോണിറ്റർ, IV സ്റ്റാറ്റസ് എന്നിവ പ്രവർത്തന സജ്ജമാക്കിയുമാണ് പാവപ്പെട്ട രോഗികളെത്തുന്ന ആശുപത്രിക്ക് മുതൽക്കൂട്ടാവുന്ന പ്രവർത്തനത്തിന് NSS വോളണ്ടിയർമാർ നേതൃത്വം നൽകുന്നത്. പുനർജനി വോളണ്ടിയർമാർ നടത്തുന്ന സേവന പ്രവർത്തനത്തിന്റെ പേര് തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ നിരവധി ചികിത്സാ ഉപകരണങ്ങളും കട്ടിലും സ്റ്റൂളും അലമാരയുമെല്ലാം പുനർജനിച്ചു കഴിഞ്ഞു. ക്ലാസുകളിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങൾ പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് വോളണ്ടിയർമാർ. പുനർജനിക്ക് പുറമെ സമഗ്ര കുടിവെള്ള സർവേ, ഓർമ്മക്കൂട്, സ്നേഹസംഗമം തുടങ്ങിയ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലും വോളണ്ടിയർമാർ പങ്കാളികളായി. ജീഫൻ ജോസ്, ആര്യ KT എന്നിവരുടെ നേതൃത്വത്തിൽ 120 വോളണ്ടിയർമാരാണ് ക്യാമ്പിലുള്ളത്. ഒരു നിർമ്മാണത്തിൽ ബേപ്പൂരിന്റെ പേരും പെരുമയും വാനോളമുയർത്തി വീണ്ടും ഒരു ഡബിൾ ഡക്കർ ഉല്ലാസ നൌക കൂടി കടൽ കടക്കുന്നു. ഖത്തറിലെ വ്യവസായ പ്രമുഖൻ അൽ നൈമിക്ക് വേണ്ടി ബേപ്പൂരിലെ അൽഫ എന്റർപ്രൈസസ് ആണ് ഈ ഉരു നിർമ്മിച്ചത്. ബേപ്പൂർ കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തെ യാർഡിൽ പണി പൂർത്തീകരിച്ച ഉരു നദീമുഖത്തോട് ചേർന്ന ഉരുളൻ ബാലൂസിൽ കയറ്റി രാത്രിയിലെ വേലിയേറ്റത്തക്കത്തിൽ ദവർ ഉപയോഗിച്ച് വലിച്ചു നദിയിലെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഉരുവിന്റെ അമരമാണ് ആദ്യം വെള്ളത്തിലെത്തിക്കുന്നത്. വളരെ സൂക്ഷ്മതയോടെയാണ് ദൌത്യം നിറവേറ്റുന്നതെന്ന് അൽഫ എന്റർപ്രൈസസ് ഉടമ മാളിയേക്കൽ ആലിക്കോയും ഖലാസി മൂപ്പൻ K അബ്ദുറഹ്മാനും പറഞ്ഞു. ഖത്തർ ഷേഖിന്റെ ക്യാപ്റ്റൻ യൂസഫ് അഹമ്മദ് അൽ അമാരിയുടെ നിർദ്ദേശപ്രകാരം വിദേശീയനം തേക്ക് ഉപയോഗിച്ചാണ് ഉല്ലാസ നൌക നിർമ്മിച്ചത്. മുകൾ ഭാഗത്ത് 110 അടിയും അടിഭാഗത്ത് 84 അടിയുമാണ് നീളം. 20 അടി ഉയരവും 29 അടി വീതിയുമുള്ള ഉരുവിന് 2 തട്ടുകളുണ്ട്. ഖത്തറിൽ വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കാനുള്ളതാണിത്. എഞ്ചിൻ ഘടിപ്പിച്ച ഉരു ബേപ്പൂരിൽ നിന്ന് ദുബായിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ആഡംബര പണികൾ പൂർത്തിയാക്കിയ ശേഷമേ ഖത്തറിലേക്ക് യാത്രയാകൂ. തച്ചുശാസ്ത്ര വിദഗ്ധരായ ബേപ്പൂർ എടത്തൊടി സത്യൻ, പുഴക്കര ശ്രീധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ 30 തൊഴിലാളികൾ 1.5 വർഷം കൊണ്ടാണ് പണി പൂർത്തീകരിച്ചത്. ആധുനിക സാങ്കേതിക വിദ്യകളെ അതിജീവിച്ച് തികച്ചും പരമ്പരാഗത മാർഗങ്ങളാണ് നിർമ്മാണത്തിന് സ്വീകരിച്ചത്. നീളം കൂടിയ നാടൻ മരങ്ങൾ കിട്ടാത്തതിനാൽ കീലിനും അനുബന്ധ നിർമ്മിതികൾക്കും മലേഷ്യൻ കൊയില ഉപയോഗിച്ചു. യൂസഫ് അഹമ്മദ് അൽ അൽമാരിയുടെ ഓർഡർ പ്രകാരം മറ്റൊരു ഉരു കൂടി അൽഫ എന്റർപ്രൈസസ് ബേപ്പൂരിൽ നിർമ്മിക്കുന്നുണ്ട്. ഖത്തറിലേക്ക് തന്നെയുള്ള ഈ ഉരുവിന് 130 അടി നീളവും 33 അടി വീതിയുമാണുള്ളത്. 2014 ജൂണിൽ പണി തുടങ്ങിയ ഉരു അടുത്ത ഏപ്രിൽ നീറ്റിലിറക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാർത്തകളിൽ ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. ഖാദി ഓണമേള 2015 ആദ്യക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. 1ാം സമ്മാനം 25 പവൻ സ്വർണം, 2ാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, 3ാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗം പോലെയും മിഠായി തെരുവ്, കോഴിക്കോട്.
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സർക്കാരിനു കീഴിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നടത്തുന്ന പൊതുജന സമ്പർക്ക പരിപാടി ഡിസംബർ 28 മുതൽ ഓർക്കാട്ടേരിയിൽ നടക്കും. രാവിലെ 10:30 മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രാവിഷ്കൃത വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിവ് പകരുന്നതിനും അവയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പൊതുജന സമ്പർക്ക പരിപാടി നടത്തിവരുന്നത്. ഇത്തവണ വടകരക്കടുത്ത ഓർക്കാട്ടേരിയിലാണ് പരിപാടി. ജില്ലാ ഭരണകൂടം, ത്രിതല പഞ്ചായത്തുകൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവ പരിപാടിയുമായി സഹകരിക്കും. 40ഓളം സ്റ്റാളുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, സെമിനാറുകൾ തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി നടക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 29-ാം തീയതി രാവിലെ മുതൽ ഉച്ചവരെ സൗജന്യ ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ്, സൗജന്യ നേത്ര പരിശോധന എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യമായി ഔഷധങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള ഏർപ്പാടുണ്ട്. 3-ാമത്തെ ദിവസം 30-ാം തീയതി രാവിലെ മുതൽ ഉച്ചവരെ മിഷൻ ഇന്ദ്രധനുഷ് എന്ന സാർവത്രിക രോഗ പ്രതിരോധ പദ്ധതിയുടെ പ്രചരണാർത്ഥം ഒരു ആരോഗ്യ ശിശു മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 500ഓളം ശിശുക്കളെയാണ് അംഗനവാടികളുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടർ AM തോമസ്, വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ, ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ഭാസ്കരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വ്യത്യസ്തമായ യാത്രാനുഭവങ്ങളെ വരച്ചുകാട്ടുന്ന RK ചന്ദ്രബാബുവിന്റെയും സ്ത്രീകളുടെ ജീവിതത്തിൽ പിന്തുടരുന്ന പ്രതിസന്ധികളാകുന്ന നിഴലുകളെ ഓർമ്മപ്പെടുത്തുന്ന ഷൈനി സുധീറിന്റെ ചിത്രപ്രദർശനത്തിനും ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. മാതൃഭൂമി ഡയറക്ടർ PV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. യാത്രാനുഭവങ്ങളെ കോർത്തിണക്കി അക്രിലിക്കിലും ഓയിലിലും രചിച്ച 25ഓളം ചിത്രങ്ങളുടെ പ്രദർശനം പറക്കുന്ന ജീവിതത്തിന് ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. കാഴ്ചയും കാഴ്ചക്കാരനും കൂട്ടമായി യാത്ര ചെയ്യുന്നവരും വെളിച്ചത്തിലേക്കുള്ള യാത്രയും സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവർക്കു വേണ്ടിയും വ്യത്യസ്തമായ ഒരു പ്രദർശനമൊരുക്കുകയാണ് ചിത്രകാരൻ. എഴുത്തുകാരനും അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ RK ചന്ദ്രബാബുവാണ് ചിത്രങ്ങൾക്കു പിന്നിൽ. കോട്ടയം സ്വദേശിയായ ഇദ്ദേഹം കൊച്ചി തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധ്യാപകനാണ്. ഇതിനോടകം ഒട്ടേറെ പ്രദർശനങ്ങളിലും ക്യാമ്പുകളിലും പങ്കെടുത്തിട്ടുള്ള ചന്ദ്രബാബുവിന്റെ കോഴിക്കോട്ടെ ആദ്യ പ്രദർശനമാണ് ഇത്. പ്രദർശനം 29-ന് അവസാനിക്കും. ഷൈനി സുധീറിന്റെ റിഫ്ലക്ഷൻ ഓഫ് ലൈഫ് 2 എന്ന് പേരിട്ട ചിത്രങ്ങൾക്ക് പറയാനുള്ളത് സ്ത്രീകളെക്കുറിച്ചാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നിഴൽ പോലെ നമ്മെ പിന്തുടരുമെന്ന് ചിത്രകാരി പറയുന്നു. ഓരോ സംഭവങ്ങളും ഓരോ അടയാളങ്ങളാണ്. ഇത്തരം സന്ദർഭങ്ങളെ തന്റെ ചിത്രത്തിലേക്ക് കൊണ്ടുവരികയാണ് ചിത്രകാരി തന്റെ പ്രദർശനത്തിലൂടെ. എല്ലാ മേഖലയിലും സ്ത്രീകൾ ഉണ്ടാകണം. പൂരങ്ങളിൽ ആനപ്പുറത്തിരിക്കുന്നത് പുരുഷന്മാരാണ്. എന്നാൽ ചിത്രങ്ങളിൽ കാണുന്നത് സ്ത്രീകളുടെ പങ്കാളിത്തമാണ്. എന്നാൽ സ്ത്രീകൾക്ക് പരിഗണന ലഭിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ചിത്രങ്ങൾ പറയുന്നത്. ലാസ്റ്റ് ലീഫ് എന്ന ഇംഗ്ലീഷ് കഥയെ ആസ്പദമാക്കിയാണ് മറ്റൊരു ചിത്രം. പ്രതീക്ഷയുണ്ടെങ്കിൽ ജീവിതത്തിൽ ആർക്കും വിജയിക്കാമെന്ന് ചിത്രങ്ങൾ പറയുന്നു. ചിത്രപ്രദർശനങ്ങൾ മാതൃഭൂമി ഡയറക്ടർ PV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരൻ മദനൻ, എഴുത്തുകാരൻ K ശ്രീകുമാർ, അക്കാദമി അംഗം കുഞ്ഞിക്കണ്ണൻ, ആർട്ട് ഡയറക്ടർ സന്തോഷ് രാമൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. പ്രദർശനം 30-ന് അവസാനിക്കും. 36 കോടി രൂപ ചെലവിൽ കോട്ടൺ മിൽ നവീകരിക്കുകയും 12 കോടി രൂപ സർക്കാർ മില്ലിനായി അനുവദിക്കുകയും ചെയ്തിട്ടും യാതൊരു പ്രവർത്തനവും നടക്കാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയുമായി കൂടിയാലോചിച്ച് തിരുവണ്ണൂർ കോട്ടൺ മിൽ ലാഭകരമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമെന്ന് K മുരളീധരൻ MLA. മലബാർ സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മിൽ വർക്കേഴ്സ് യൂണിയൻ INTUC വാർഷിക സമ്മേളന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മിൽ വർക്കേഴ്സ് യൂണിയൻ INTUC വാർഷിക സമ്മേളന യോഗം തിരുവണ്ണൂർ കോട്ടൺ മിൽ ഹാളിൽ നടന്നു. K മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്തു. 36 കോടി രൂപ ചിലവിൽ കോട്ടൺ മിൽ നവീകരിക്കുകയും 12 കോടി രൂപ സർക്കാർ മില്ലിനായി അനുവദിക്കുകയും ചെയ്തിട്ടും യാതൊരു പ്രവർത്തനവും നടക്കാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയുമായി കൂടിയാലോചിച്ച് ഉള്ള പരിമിതിക്കുള്ളിൽ എങ്ങനെ തിരുവണ്ണൂർ കോട്ടൺ മിൽ ലാഭകരമാക്കാമെന്നതിനെക്കുറിച്ച് പരിശോധിക്കുമെന്ന് K മുരളീധരൻ MLA പറഞ്ഞു. ജനറൽ ബോഡിയിലെ ഒരു വികാരം കൂടെ കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കണം, വ്യവസായ മന്ത്രിയായിട്ട് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ മില്ലിനെ ലാഭത്തിൽ പ്രവർത്തിപ്പിക്കണം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ഥാപനം അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം നടക്കണം. ഒന്ന് ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ സ്ഥിതി. ഇത് പൂട്ടിയാൽ അതിന്റെ അർത്ഥം നിത്യ പട്ടിണിയാണ്. ഗോളിയർ റയാൻസ് പൂട്ടിയിട്ട് എന്തായി?
INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി P. കുഞ്ഞുമൊയ്തീൻ, ഷാജി, ദിനേശ് മണി, ഉദയൻ, സജിത്, KV കൃഷ്ണൻ, ഷിജിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിവേഴ്സൽ ആർട്സ് ചിത്രരചനാ മത്സരം കോഴിക്കോട് കോർപ്പറേഷൻ ജൂബിലി ഹാളിൽ നടക്കും. കളേഴ്സ് ഓഫ് ജോയ് എന്ന പേരിൽ അറിയപ്പെടുന്ന മത്സരങ്ങൾ ജനുവരി 24-നാണ് നടക്കുക. ചിത്രകലാരംഗത്തെ പരിശീലനത്തിന് 56 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് തുടക്കം കുറിച്ചതാണ് യൂണിവേഴ്സൽ ആർട്സ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ്. ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും കുട്ടികൾക്കായി ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു. ഇത്തവണത്തെ ബാലചിത്രരചനാ മത്സരങ്ങൾ ജനുവരി 24-ന് കോഴിക്കോട് കോർപ്പറേഷൻ ജൂബിലി ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്കും അല്ലാത്തവർക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. വരയ്ക്കാനുള്ള കടലാസും ചായങ്ങളും സൌജന്യമായി വിതരണം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികളിന് ഫീസും ഒന്നും വാങ്ങാതെ പ്രത്യേകിച്ച് ഒരു തടസ്സങ്ങളും ഇല്ലാതെ എല്ലാത്തരം കുട്ടികൾ ഒരു സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കണമെന്ന് പോലുമില്ല, അല്ലാത്ത ഇപ്പോൾ 3-നും 18-നും ഇടയിൽ പ്രായമുള്ള ആർക്കും പങ്കെടുക്കാവുന്ന ഒരു മത്സരം. മത്സര കമ്മിറ്റി പ്രസിഡന്റ് പോൾ കല്ലാനോട്, സെക്രട്ടറി KA സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി റെസിഡൻസ് അസോസിയേഷൻ വാർത്തകൾ. പയ്യാനക്കൽ കൈരളി റെസിഡൻസ് അസോസിയേഷന്റെ 7ാമത് വാർഷിക പൊതുയോഗം NGM ഹാളിൽ നടന്നു. കൈരളി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KP കോയാമു അധ്യക്ഷം വഹിച്ച പരിപാടി വാർഡ് കൌൺസിലർ K. നജ്മ ഉദ്ഘാടനം ചെയ്തു. A. അബ്ദുള്ളക്കുട്ടി, P. ശശി, K. കരുണാകരൻ, MM. ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രവര, മെമ്മറി ടെസ്റ്റ്, വനിതകൾക്കായി ബക്കറ്റ് ബോൾ, മ്യൂസിക്കൽ ഹാറ്റ് എന്നീ പരിപാടികളും സംഘടിപ്പിച്ചു. വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്റ്റേഡിയം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് M. K. പണിക്കരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നടക്കാവ് 65-ാം വാർഡ് കൌൺസിലർ കിഷൻ ചന്ദ്, വലിയങ്ങാടി 61-ാം വാർഡ് കൌൺസിലർ ജയശ്രീ കീർത്തി, കുറ്റിച്ചിറ 58-ാം വാർഡ് കൌൺസിലർ ശ്രീകല എന്നിവരെ ആദരിച്ചു. പരിപാടിയിൽ സെക്രട്ടറി ദിലീപ് കുമാർ സംസാരിച്ചു. ക്ഷേത്രവിശേഷങ്ങൾ. കോഴിക്കോട് വേങ്ങേരി കണ്ണാടിക്കൽ കൂറ്റിഞ്ചേരി ശിവക്ഷേത്ര മഹോത്സവത്തിന് തുടക്കം. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ചാത്തനാട്ടിലത്തെ രാമചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ആദ്യ ദിനം കൂറ പവിത്രം പ്രസാദശുദ്ധി, അസ്ത്രകലശം, രാക്ഷോഗ്നഹോമം, വാസ്തുഹോമം, വാസ്തുകലശം, വാസ്തുബലി എന്നിവ നടന്നു. തുടർന്ന് പഞ്ചകാന്ത കലശം, 25 കലശം, ശ്രീഭൂതബലി, മുളയിടൽ തുടങ്ങിയതിനെ തുടർന്നാണ് കൊടിയേറ്റം നടന്നത്. ദിവസേന രാവിലെ 7 മണിക്ക് ശീവേലി എഴുന്നള്ളത്തുണ്ടായിരിക്കും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് M. അപ്പുക്കുട്ടൻ നായർ, കൂറ്റഞ്ചേരി ശിവക്ഷേത്ര പരിപാലന സംഘം ജനറൽ കൺവീനർ C. അനിൽകുമാർ എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ദിവസേന ആഘോഷവരവുകൾ, പ്രാദേശിക പരിപാടികൾ, ശിവസഹസ്രനാമ പാരായണം, സോപാന സംഗീതം, സംഗീത കച്ചേരി, മെഗാ ഗാനമേള, ഇരട്ടത്തായമ്പക എന്നിവ പരിപാടികളുടെ ഭാഗമായി നടക്കും. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കോയ റോഡ് ബീച്ച് മലാല സ്വയം സഹായ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സൌജന്യ വസ്ത്രവിതരണം നടത്തിയത്. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആശാ ശശാങ്കൻ ഉദ്ഘാടനം ചെയ്തു. ബാസ്കറ്റ്ബോൾ താരം ജാൻസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ KK റഫീഖ് സംസാരിച്ചു. മലാല സ്വയം സഹായ സഹകരണ സംഘം എക്സിക്യൂട്ടീവ് മെമ്പർ സുബൈർ, പ്രസിഡന്റ് ഫിറോസ്, സെക്രട്ടറി സുനീഷ് എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശാശ്വതീകാനന്ദയുടെ മരണം കൊലപാതകമാണെന്ന് സ്വാമി പ്രകാശാനന്ദ. സ്വാമിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നും പ്രകാശാനന്ദ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് K. മുരളീധരൻ MLA. ആധുനികവൽക്കരണത്തിന്റെ പേര് പറഞ്ഞ് ആധാരമെഴുത്തു മേഖലയെ ഇല്ലാതാക്കാനുള്ള നയങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.